ഇത് യുവജനങ്ങളിൽ കൂടുതലായി വ്യാപിച്ചിരിക്കുന്നുകൊണ്ട് എല്ലാ മതസംഘടനകളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും യുവജന പ്രസ്ഥാനങ്ങളാണ് ഇതിനു വേണ്ടി ഏറ്റവും മുന്നിട്ട് ഇറങ്ങേണ്ടത് എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ ഒരു രംഗത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനം അഭിമന്യ യൂലിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ മലങ്കര സഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സാക്ഷര കേരളത്തിൽ മദ്യലഹരി വിമുക്തമായ കേരളം എന്നുള്ളതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വപ്നമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കേരളത്തെ കെട്ടിപ്പടുക്കുവാൻ, അതിന് മാതൃകയായി മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന് ശക്തിയുണ്ട്, കഴിവുണ്ട്, നേതൃത്വമുണ്ട്, അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹവുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിലുടനീളം വിരുദ്ധ സംഗമങ്ങൾ നടത്തുവാനും ആ വലിയ സന്ദേശം കൊടുക്കുവാനും ഗവൺമെൻറ്റിനോട് സഹകരിച്ചുകൊണ്ട് ഗാന്ധിയനായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ രീതി അത് ഗാന്ധിസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ ആഗ്രഹിക്കാൻ നമുക്ക് അതിനുള്ളതായിരിക്കുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇന്നത്തെ ഗവൺമെൻറ്റിന് അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് സാധ്യമല്ല. മഹാത്മാഗാന്ധിയുടെ പാതകളിൽ ചരിക്കുന്നുവെന്ന് പറയുന്നതായ കോൺഗ്രസ് ഗവൺമെൻറ്റിന് ഈ സമൂഹത്തെ മദ്യമുക്തമാക്കുന്ന കേരളമായി മാറ്റാനുള്ള എല്ലാ സർഗശക്തിയുമുണ്ട്, അതിനുള്ളതായ പശ്ചാത്തലം അവർക്കുണ്ട്, അതിനുള്ളതായിരിക്കുന്ന പ്രവർത്തന ശേഷിയുണ്ട്. അത് ഒരുമിച്ച് നിന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കേരളം മദ്യവിമുക്തമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവർക്കെല്ലാ സപ്പോർട്ടും കൊടുക്കുവാനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നും തയ്യാറാണ്. ആ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന ശക്തി എന്നും ഈ പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം സഹകരിച്ച് കേരളം മദ്യവിമുക്തമാക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളത് അറിയിക്കാൻ നമുക്ക് ബാധ്യത.